നിങ്ങളൊരു കാര്യം തീവ്രമായി ആഗ്രഹിച്ചാൽ ആ ആഗ്രഹം നടക്കുന്നതിന് നിങ്ങളുടെ കൂടെ ലോകം മുഴുവൻ അണിനിരക്കും. ഇത് എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട കോട്ടാണ്. ഇങ്ങനെ ഒരാളുടെ ആഗ്രഹത്തോടൊപ്പം സൈലത്തിനോടൊപ്പം അവരുടെ പാരന്റ്സിന്റെ കൂടെ ഒരു നാടും സ്കൂളും ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. സൈലത്തിന്റെ ഹൈബ്രിഡ് ക്യാമ്പസിൽ ഏറ്റവും നന്നായി പഠിച്ചിരിക്കുന്ന അസ്ന മോളുടെ വീട്ടിന്റെ മുമ്പിലാണ് നമ്മൾ ഉള്ളത്. അസ്നയെ നമുക്ക് പരിചയപ്പെടാം. മോക്ക് ആഗ്രഹം പഠിക്കണം എന്നുള്ളതായിരുന്നു. ഒരു MBBS എടുക്കണ, ഡോക്ടർ ആകണം. അങ്ങനൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളതിന് കൂടെ നിന്നു. നമ്മളെ ആഗ്രഹമാണ് ഞങ്ങളെ ഏറ്റവും വലിയ ആഗ്രഹം. വിജയത്തിന്റെ മെയിൻ രഹസ്യം എന്ന് പറഞ്ഞാൽ ഇവരെ സപ്പോർട്ട് മാത്രമാണ്. ഇവരെ തട്ടൊക്കെ സപ്പോർട്ടായിരുന്നു. മലപ്പുറം ജില്ലയിലെ വണ്ടൂർ എന്ന പ്രദേശത്തെ കാപ്പിൽ എന്ന ഒരു കൊച്ചു സ്ഥലത്ത് നിന്നും വലിയ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് നമ്മുടെ കൂടെ ഇരിക്കുന്നത് അസ്നമോൾ MP ആണ്. വളരെ ചെറിയ ഒരു ഗ്രാമത്തിൽ നിന്നും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കുന്ന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്, എയിംസിലേക്ക് അഡ്മിഷൻ അല്ലെങ്കിൽ സീറ്റ് ഉറപ്പിച്ചാണ് അസ്ന ഇപ്പം നമ്മുടെ കൂടെ ഇരിക്കുന്നത്. ശരിക്കും ഈ ഒരു ജേണി എങ്ങനെയാണ് അസ്നയുടെ ഈ ഒരു സക്സസ് ജേണി എന്നുള്ളത് അറിയാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. കാരണം പൊതുവേ ഇപ്പൊ നമ്മളെല്ലാവരും, ഞാനും പഠിച്ചത് ഒരു നാട്ടുമ്പുറത്തെ സർക്കാർ സ്കൂളിലാണ്. അപ്പൊ നമ്മള് ഈ ഒരു ജേണി പങ്കുവെക്കുമ്പോഴാണ് അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് ആയിരങ്ങൾ നമ്മൾ സ്വാധീനിക്കാം. എങ്ങനെയാണ് സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു? അതായത് എവിടെയാണ് പഠിച്ചത്? ചെറിയ ക്ലാസ് തൊട്ട് +2 വരെയുള്ള ലൈഫ് എവിടെയായിരുന്നു? ഞാൻ 1 തൊട്ട് 7 വരെ പഠിച്ചത് ഇവിടെ കാപ്പിൽ തന്നെയുള്ള സ്കൂളിലാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്, നടന്നു പോലൊക്കെയാണ്. പിന്നെ ഹൈസ്കൂൾ വണ്ടൂര് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് +1 +2 വണ്ടൂർ തന്നെ. പഠിച്ചത് മലയാളം മീഡിയമാണോ ഇംഗ്ലീഷ്? മലയാളം മീഡിയമാണ് പഠിച്ചത്. കേരള സ്റ്റേറ്റ് സിലബസ് ആണ് പഠിച്ചത്. പിന്നെ +1 +2 VMC വണ്ടൂർ തന്നെയുള്ള VMC സ്കൂളാണ് പഠിച്ചത്. +2 എങ്ങനെയാ മാർക്ക് എങ്ങനെയുണ്ടായിരുന്നേ? +2 97% ആയിരുന്നു. 97% ആയിരുന്നു. അപ്പം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിലെല്ലാം ഫുൾ മാർക്ക് ഒന്നല്ല, 1-2 മാർക്കുകൾ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞാണ് ഡോക്ടർ ആവണമെന്ന് തീരുമാനിക്കുന്നത്, അതോ നേരത്തെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? ഡോക്ടർ ആവണമെന്ന് ചെറുപ്പത്തിലെ ആഗ്രഹം ഉണ്ടെങ്കിലും പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ല. +1 +2 ഒന്നും നോക്കിയിട്ടില്ല. ചെറുതായപ്പോഴേ ആഗ്രഹം ഡോക്ടർ ആവണം തന്നെ ആയിരുന്നു. ഏത് പ്രായം തൊട്ട് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്? ഒരു 4ാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ടേ ഡോക്ടർ ആവണം എന്നാണ് ആഗ്രഹം. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ടേ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുക എന്നുള്ളത് വലിയ കാര്യമാണ്. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്താവണം എന്ന് ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ ആയാൽ മതി എന്ന് മാത്രമേ പറയാറുണ്ടായിരുന്നുള്ളൂ. ആരാ ശരിക്കും ഇങ്ങനെ ഒരു ഡോക്ടർ എന്നൊരു സാധനം വളം വെച്ച് തന്നത് ആരാണ്? അല്ലെങ്കിൽ 4ാം ക്ലാസ്സിൽ നിന്ന് എങ്ങനെയാണ് ആ ഒരു ചെറിയൊരു കുട്ടിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉടലെടുത്തത്? എങ്ങനെയാ ആഗ്രഹം ഉടലെടുത്തത്? എങ്ങനെയാ വെച്ചാൽ ഇൻസ്പയർ ആയിട്ടൊന്നും അങ്ങനെ ആരും ഇല്ലെങ്കിലും ഡോക്ടർ ആവുക അറിയുമ്പോൾ തന്നെ നാട്ടിലും സൊസൈറ്റിയിലൊക്കെ ഒരു വിലയല്ലേ, അതാണ് ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിക്കാണോ? അങ്ങനെ +2 കഴിഞ്ഞിട്ട് +2 നീറ്റ് എക്സാം എഴുതി. +2 നീറ്റ് മാർക്ക് എങ്ങനെ ഏകദേശം വന്നിട്ടുണ്ട്? 400 റേഞ്ചിലാണ് വന്നത്. അപ്പൊ അറിയായിരുന്നോ ഈ മാർക്ക് കൊണ്ട് നമുക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയില്ല? അറിയാം. അങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്യാന്നൊക്കെ തീരുമാനിച്ചത്. +1 +2 തീരെ നോക്കിയിട്ടില്ല, വേറെ എക്സാം ഓറിയന്റഡ് ആയിട്ട് മാത്രം പഠിച്ചത് ആണ്. അപ്പൊ സൈലത്തിലേക്ക് വന്നതിന് ശേഷം, അതായത് അതിനു മുന്നേ വരെ നമ്മൾ നീറ്റിന് എങ്ങനെ പ്രിപ്പയർ ചെയ്തോ, അത് വന്നതിന് ശേഷം ടീച്ചേഴ്സിന്റെ ഗൈഡൻസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയത്, ആ ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്യുക. കാരണം നമ്മൾ ഒരു ഗൈഡ് ലൈൻ ഇല്ലാതെ വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന എത്രയോ കുട്ടികളുണ്ട്. നമ്മൾ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എവിടെ ഫോക്കസ് ചെയ്യണം എന്നൊക്കെ. അപ്പൊ എങ്ങനെയാണ് അസ്നയുടെ കേസിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായത്? എങ്ങനെയാ? ഗൈഡ് ഇല്ലാതെ പഠിക്കണേനേക്കാൾ നല്ലത് ഒരാൾ നമുക്ക് പറഞ്ഞു തന്നാൽ ഇത് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പാണ് കിട്ടുന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത്. മറ്റേ നമുക്ക് ടെൻഷൻ ആവില്ലേ, ഒന്നും കൂടി ഒരാൾ പറഞ്ഞു തരാനുണ്ടാവും. സൈലത്തിൽ വന്നപ്പോൾ നമുക്ക് പറഞ്ഞു തന്നു, ഒരു ദിവസം ഒരു ചാപ്റ്റർ പഠിച്ചാൽ മതി, അത് പഠിച്ചു വരും. അപ്പോൾ പിറ്റേ ദിവസം അത് എക്സാം ഉണ്ടാവും. എക്സാം കഴിഞ്ഞിട്ട്
സാർമാർ തന്നെ ഒന്ന് പറഞ്ഞുതരും. ഞങ്ങൾ ഫുൾ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുക. അപ്പോൾ തന്നെ കൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആവും. പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ അതിൻ്റെ എക്സാം ഉണ്ടാവും. അങ്ങനെ എല്ലാം എക്സാമും മെയിനായിട്ട് എക്സാമും ഫോക്കസ് ചെയ്ത്. അപ്പൊ കൂടുതലായിട്ട് എക്സാം എഴുതി എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. കുറെ ഉണ്ട്, എല്ലാ ദിവസവും എക്സാം ഉണ്ടാവും. എക്സാം എഴുതുമ്പോൾ എങ്ങനെയാ ക്വസ്റ്റ്യൻസ് ഏകദേശം എത്ര ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടാവും ഓവറോൾ? അതിപ്പോ പറയാൻ പറ്റൂല. അത്രയും 10,000 കണക്കിന് ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻസ് തന്നെയാണ് കണ്ടിട്ടുള്ളത്. അത്രയും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പം ഏകദേശം എനിക്കൊന്ന് ലക്ഷക്കണക്കിന് ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ വേണമെങ്കിൽ പറയേണ്ടി വരും. ഡെയിലി എക്സാമുകളിലൂടെ കടന്നു പോവുക, അത് റിവൈസ് ചെയ്യുക. അത് കൂടാതെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ്, ഗ്രാൻഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞ് ഒരുപാട് എക്സാംസ് ഉണ്ട്. ഡെയിലി എക്സാമും ഉണ്ടാവും. പിന്നെ ക്ലാസ്സിലും ഞങ്ങൾ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. ക്വസ്റ്റ്യൻസ് ചെയ്ത് തിയറി പഠിക്കുക ചെയ്തത്. അപ്പൊ ഒന്നും കൂടി അത് സെറ്റ് ആവാന്. അപ്പൊ ശരിക്കും ലാർജ് വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു കാലയളവിലൂടെ കണ്ടിട്ടുള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ ലൈഫിൽ ഇൻസ്പയർ ചെയ്തത് ആരാ? പാരന്റ്സ് തന്നെയാണ്. എങ്ങനെയാണ് പാരന്റ്സ് എങ്ങനെ അസ്നയെ സപ്പോർട്ട് ചെയ്തു? അല്ലെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എല്ലാവരും നമ്മുടെ പാരന്റ്സ് ഭയങ്കര ഇൻസ്പിറേഷൻ തന്നെയാണ്. പക്ഷെ അസ്നയുടെ കേസിൽ എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞേ. കഴിഞ്ഞ പ്രാവശ്യം ചെറിയ മാർക്കിനാണ് എനിക്ക് പോയത്. അപ്പോൾ ഓരോ നിർബന്ധത്തിനാണ് ഞാൻ സൈലത്തിൽ വന്നതും. എല്ലാം പാരൻസിൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. പിന്നെ ഞാൻ ഹോസ്റ്റലിലൊക്കെ പഠിക്കുമ്പോൾ, ഹോസ്റ്റലിലാകുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഹോം സിക്നെസ് ഉള്ളതാണ്. അപ്പോൾ പിന്നെ ഇടയ്ക്ക് ഉമ്മച്ചിനെ വിളിച്ചൊന്ന് കരയണം. അപ്പോൾ അതിന് വാർഡനായാലും മെൻറ്ററായാലും ഒക്കെ നല്ല സപ്പോർട്ടാണ്. പിന്നെ റൂംമേറ്റ്സിനെ പറ്റിയൊന്നും പറയാക്കാൻ പറ്റില്ല. എല്ലാവരും ഞങ്ങളെ റൂമിലുള്ള 7 ആളാണ്. 7 ആൾക്കും 600+ മാർക്കാണ്. ഭയങ്കര, അതായത് ഒരു സി ദി പോയിന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് നമ്മളോട് ഇണങ്ങുന്ന അല്ലെങ്കിൽ നമ്മുടെ അതേ വൈബ് എന്നൊക്കെ നമ്മൾ ഇന്നത്തെ കാലത്ത് പറയുന്ന ഒരു പിയർ ഗ്രൂപ്പ് ഉണ്ടാവുക. ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുക. അപ്പൊ എനിക്കൊന്ന് അസ്നയുടെ ഈ സന്തോഷം ഇരട്ടി മധുരമാണ്. കാരണം നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന് എല്ലാവർക്കും ഇതേപോലെ ഒരേ ഹോസ്റ്റലിൽ നിന്ന് കഴിഞ്ഞാൽ നോ ദ ഡിഫറൻസ്. ഒരേ ഹോസ്റ്റലിൽ ഒരേ റൂമിലിരിക്കുന്ന കുട്ടികളുള്ള പഠനാന്തരീക്ഷം ശരിക്കും അതെല്ലാവർക്കും ഒരുപോലെയുള്ള റിസൾട്ടുകളാണ് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന ഗ്രൂപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവാം. പിന്നെ ഈ ഒരു കേസിൽ ഇപ്പം ശരിക്കും നമ്മൾ കണ്ടല്ലോ, ഈ കാപ്പിൽ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നും ഏറ്റവും വലിയ അഭിമാനമായിട്ട് മാറാൻ പോകുന്ന കൊച്ചു ഡോക്ടറാണ് അസ്ന. അപ്പോൾ അസ്നയുടെ കീഴിൽ, അതായത് 3 മക്കളാണ്. അപ്പൊ അസ്നയുടെ കീഴിലുള്ളവരിലെ അസ്നയ്ക്ക് എങ്ങനെയെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടുണ്ട്. ഞാൻ +1 +2 പഠിക്കുമ്പോൾ എനിക്കറിയില്ല. ടീച്ചേഴ്സ് പറയും ഇങ്ങനെ ചെയ്താൽ മതി, പക്ഷെ നമ്മളാരും കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, അനിയത്തിമാർക്കൊക്കെ അറിയാം. ഇന്നത് ചെയ്താൽ മതി. ഇപ്പോൾ ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ ഇന്നത് ചെയ്താൽ മതി. ഇപ്പോൾ എഞ്ചിനീയറിങ്ങിനാണെങ്കിലും ഇന്ന് എക്സാം എഴുതിയാൽ മതി. അങ്ങനെ കാര്യങ്ങളൊക്കെ അറിയാം. ഒരാൾ ഇപ്പോൾ കണ്ട് പഠിച്ചതല്ലേ, മറ്റേത് പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവല്ലേ ഉണ്ടാവുന്നത്. അപ്പൊ ഈ പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും, അതായത് ഏതെങ്കിലും ഒരു സബ്ജക്ട് വീക്ക് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ട്രിക്കുകളോ എന്തെങ്കിലും അഡാപ്റ്റേഷൻസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എനിക്ക് കൂടുതലും ബയോളജിയാണ് ഒന്നുകൂടി വീക്ക് എന്ന് തോന്നുന്നത്. കാരണം ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കണതാവില്ല ആൻസർ വരിക. സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ പിന്നെ എനിക്കിങ്ങനെ ക്വസ്റ്റ്യൻ കാണാത്ത പ്രശ്നം ഉണ്ടാവും. നോട്ടൊന്നും ഞാൻ അധികം കാണലില്ല. അതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് തന്നെ ശരിയായതാണ്. എങ്ങനെയാണ് അപ്പം ഈ വീക്കായിരിക്കുന്ന ബയോളജി ക്വസ്റ്റ്യൻ ചെയ്ത്, അതായത് NCERT നോക്കി ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്ത്? NCERT വായിക്കും. ചിലപ്പോൾ ഞാൻ വായിക്കണത് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയല്ല, എന്താ വായിച്ചതൊന്നും അറിയണ്ടാവില്ല. അങ്ങനെ വായിച്ചു പോയിട്ടുണ്ടാവും. പാസീവ് റീഡറെ പോലെ പോകും. ആക്റ്റീവായിട്ട് റീഡ് ചെയ്യാൻ ചില സമയത്ത് അസ്ന ഇങ്ങനെ മറന്നു പോകും. അപ്പൊ എന്താ അസ്ന ചെയ്ത്? അവ എടുത്ത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കും. അപ്പൊ പിന്നെ ഓർമ്മ അങ്ങനെ നിന്നു. ഫിസിക്സ് കെമിസ്ട്രി ഓക്കെ ആയിരുന്നു. ഫിസിക്സ് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ കഴിഞ്ഞ വർഷമാണെങ്കിലും അതിന് ഇപ്പോഴത്തെ വർഷമാണെങ്കിലും ഫിസിക്സ് ആണ്. ഞാൻ എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫിസിക്സ് ആണ് എഴുതുക, എന്നിട്ട് കെമിസ്ട്രി, പിന്നെ ബയോളജിയാണ് എഴുതുക. നേരെ തിരിച്ചാണ്. അതായത് പൊതുവെയുള്ള ട്രെൻഡ് എന്ന് പറഞ്ഞാൽ പൊതുവെ ടീച്ചേഴ്സ് പറയുന്നതും ബയോ ആദ്യം എഴുതുക, പിന്നെ കെമിസ്ട്രി, പിന്നെ ഫിസിക്സ് എന്നാണ്. അസ്നയുടെ കേസിൽ നേരെ തിരിച്ചാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പം ഈവൻ അസ്നയെ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരിൽ കുറെ ആൾക്കാർ ഇങ്ങനെ ഉണ്ടാവും, ചെറിയൊരു കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ആൾക്കാരുണ്ടാകും. കാരണം ചിലവർ ബയോ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ എനിക്ക് പക്ഷെ ഫിസിക്സ് ആണ് കംഫർട്ടബിൾ എന്ന് തോന്നുന്നവർ ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് കംഫർട്ടബിൾ ആയത് എഴുതണ്ടല്ലേ. ഇതേ മതി. ടീച്ചർമാരൊക്കെ എപ്പോഴും ഉറപ്പിച്ച് പറയും ബയോളജി എഴുതാൻ മതി അറിയാം. അപ്പോൾ അമ്മച്ചോട് വിളിച്ചിങ്ങനെ പറയും ബയോളജി എഴുതിയാൽ അമ്മച്ചാറ് ഒന്ന് എഴുതി നോക്കുമെന്ന് പറയും. പക്ഷെ ബയോളജി എഴുതുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഉറക്കം വരുന്നത് മാതിരിയൊക്കെ തോന്നും. പിന്നെ ഫിസിക്സ് തന്നെ വെച്ചിട്ട്. അതെ, അപ്പോൾ അതിലെ കൺക്ലൂഷൻ ഇതാണ്. അതായത് നമ്മൾ എന്താന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. നമ്മുടെ സ്ട്രോങ്ങും വീക്കും തിരിച്ചറിയണം. ആ തിരിച്ചറിവിൽ നിന്ന് മാത്രമേ നമുക്ക് അതിനെ റെക്ടിഫൈ ചെയ്യാനും കൂടുതൽ പ്രാക്ടീസ് ചെയ്തും കൂടുതൽ നന്നാക്കി എടുക്കാനും പറ്റുള്ളൂ. അസ്നയുടെ ഈ ത്രൂ ഔട്ടുള്ള ജേർണിയിൽ നമ്മൾ കണ്ടിട്ടുള്ള കാര്യം, ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ എവിടുന്ന് വരുന്നെന്നോ, നിങ്ങൾ ഏത് സ്കൂളിൽ പഠിച്ചെന്നോ, നിങ്ങളുടെ ചുറ്റുപാട് എന്താണെന്നോ, നിങ്ങളുടെ ദേശം എന്താണെന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റെ ജോലി എന്താണെന്നോ എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല.
ഡോക്ടേഴ്സിന്റെ മക്കൾ മാത്രമാണ് ഡോക്ടേഴ്സ് ആവുന്നത് എന്നതല്ല. ഏതൊരാൾക്കും ഏതൊരു സാധാരണ ചുറ്റുപാടിൽ നിന്ന് വരുന്ന ഒരാൾക്കും നമ്മുടെ ആഗ്രഹം സ്ട്രോങ് ആണെങ്കിൽ അല്ലെ ഡിസയർ അത്രയും സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് അതിലേക്ക് എത്തിച്ചേരാൻ തന്നെ കഴിയും. അങ്ങനെ ഇപ്പൊ ഡ്രൈവറാണ് പറഞ്ഞിട്ട് ഫ്രണ്ട് മെസ്സേജ് അയച്ചപ്പോൾ ഡ്രൈവറാണ് പറഞ്ഞു, നാട്ടിലാണെന്ന് പറഞ്ഞപ്പോൾ എന്നിട്ടാണോ ഡോക്ടർ ആവണേന്ന് ചോദിച്ചവർ വരെ ഉണ്ട്. ഓക്കെ, അപ്പൊ എങ്ങനെയാ അസ്ന എങ്ങനെയാ അതിനെ ശരിക്കും റിയാക്ട് ചെയ്തേ? ഞാൻ ഒന്നും പറയാൻ പോയിട്ടില്ല. അതെ, അത് പറയേണ്ട കാര്യമില്ല. കാരണം വി ആർ പ്രൗഡ് ഓഫ് അവർ പാരന്റ്സ്. നമ്മള് പാരന്റ്സിന് നമ്മൾ എത്രമാത്രം വിലപ്പെട്ടതാണോ അതുപോലെ തന്നെയാണ് നമുക്ക് തിരിച്ചും. അപ്പൊ ശരിക്കും അങ്ങനെ എനിക്കൊന്നും പറയാതെ ഒരുപാട് ആൾക്കാർ അസ്നെ നോക്കി കണ്ടിട്ടുണ്ടാവും. അതിനൊക്കെയുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഈവൻ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആവുന്നുണ്ട്. സോ ഷീ ഈസ് സച്ച് എ വണ്ടർഫുൾ പേഴ്സൺ. അപ്പൊ ഇത് ഈ കാണുന്ന അല്ലെങ്കിൽ ഇങ്ങനെ സാധാരണ സ്കൂളില് സ്റ്റേറ്റ് സിലബസിൽ മലയാളം മീഡിയത്തിലൊക്കെ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. അങ്ങനെ കാണുന്നവർക്ക് അസ്നയുടെ ജേണി തീർച്ചയായിട്ടും ഇൻസ്പിറേഷൻ ആയിരിക്കണം. ഇഫ് യു വാണ്ട് ടു ബിക്കം എ ഡോക്ടർ, ഗോ ഫോർ ഇറ്റ്, അല്ലേ? അത് ഉറപ്പായിട്ട് നമ്മുടെ കയ്യിൽ തന്നെ വരുന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ഈ കണ്ടത്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു സ്റ്റേറ്റ് പഠിക്കുന്ന ഒരു മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളെടുത്ത് അസ്നയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കുകയും ചെയ്യരുത്. നമ്മളെ കൊണ്ട് പറ്റൂല എന്ന് തോന്നരുത്. എനിക്ക് പറ്റിയില്ല, പിന്നെ എല്ലാവർക്കും പറ്റണത് തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് തൽക്കാലത്തേക്ക് ഷെയർ ചെയ്യാനുള്ളത്. നമ്മൾ ഇനിയും അസ്നയുടെ തുടർ ജേണികളെ പറ്റി നമുക്ക് ഇനിയും അറിയണം. കാരണം ഇതിന് ശേഷം അസ്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജുകളിൽ തന്നെയാണ് അസ്ന വാങ്ങാൻ പോകുന്നത്. എയിംസിൽ തന്നെ അസ്ന സീറ്റ് ഉറപ്പിക്കുകയും ചെയ്യും. അതിനുശേഷവും നമുക്ക് അസ്നയുടെ ജേണി കാണേണ്ടതുണ്ട്. സോ ബാക്കി കാര്യങ്ങൾ അസ്നയുടെ വീട്ടുകാരെയും അസ്നയുടെ നാടും ഒക്കെ നമുക്ക് പരിചയപ്പെടേണ്ട സമയമാണിത്. നമുക്ക് അതിലേക്ക് പോവാം. മോക്ക് ആഗ്രഹം പഠിക്കണം എന്നുള്ളതായിരുന്നു. ഒരു MBBS എടുക്കണം, ഡോക്ടർ ആകണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതിന് കൂടെ നിന്നു. അവളെ ആഗ്രഹമാണ് ഞങ്ങളെ ഏറ്റവും വലിയ ആഗ്രഹം. അതുകൊണ്ട് അവളെ കൂടെ നിന്നു, പഠിപ്പിച്ചു. അപ്പോൾ പഠിക്കാൻ ഉഷാറാണ്. അപ്പോൾ ഞങ്ങൾ ഏറ്റവും അടുത്തുള്ള സ്ഥാപനമായ സൈലം തന്നെ തിരഞ്ഞെടുത്തു. അവിടെ ഉഷാറാണ് കാര്യങ്ങളൊക്കെ. സെക്യൂരിറ്റി ആയാലും വാർഡന്മാരായാലും മെൻഡറായാലും എല്ലാം ഉഷാറാണ്. നമ്മളവിടെ ഒരു പെൺകുട്ടിയൊക്കെ അല്ലേ അവിടെ കൊണ്ടാക്കുമ്പോൾ നമുക്ക് രക്ഷിതാക്കൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. എല്ലാം ഉഷാർ തന്നെയാണ്. ചെറിയ കുട്ടിയായിരുന്നപ്പോഴേ വളരെ ആഗ്രഹമാണ് ഡോക്ടർ ആണെന്നുള്ളത്. അവളങ്ങനെ പറയും. പിന്നെ 10ാം ക്ലാസ് എത്തിയപ്പോൾ അവളോട് തന്നെ ചോദിച്ചു, ഇന്ന് പറ്റുന്നുണ്ടെങ്കിൽ ഇനി ഇറങ്ങിയാൽ മതി. അപ്പോൾ അവൾക്ക് അത് തന്നെ വേണം. അങ്ങനെ +1 +2 അതിനെപ്പറ്റി ഞങ്ങൾക്കൊന്നും അറിയാനല്ലായിരുന്നു, അങ്ങനെ എന്ത് ചെയ്യണം. ഏതായാലും +1 +2 കഴിഞ്ഞു നോക്കുക അത് തന്നെ വേണമെന്ന് പറഞ്ഞാൽ പിന്നെ അതിന് ഇവിടെ അടുത്തൊരു ഇതിലാക്കി റിപ്പീറ്റ് ചെയ്തു. പക്ഷെ അതിൽ ഒന്നും മാർക്ക് കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ അടുത്തുള്ളവരൊക്കെ പറഞ്ഞു, ഇനി അതിന് പോയാൽ ഇനി ഒരു കൊല്ലം ഇനിയും പോവല്ലേ. അപ്പോൾ അതൊന്നും നോക്കിയില്ല. അപ്പോൾ പറഞ്ഞു, നോക്കുക അത് ആഗ്രഹമാണെങ്കിൽ അതന്നെ ഇനി പോയിക്കോട്ടെ പറഞ്ഞിട്ട് അങ്ങനെയാണ് സൈലം ഒരു പേപ്പറിൽ കണ്ട് ഫസ്റ്റ് പേജ് കണ്ട് അങ്ങനെയാണ് സൈലത്തേക്ക് എത്തുന്നത്. ഞങ്ങൾ അവിടെ കുഴപ്പമില്ല, ഉഷാറാണ്, എല്ലാത്തിനും ഉഷാറാണ്. ഇത് എൻ്റെ അനിയത്തിമാരാണ്, സഫ്ന, രസ്ന. ഒരാൾ +2 ആണ്, അടുത്ത ആള് 10ലാണ്. ഇതുവരെ അങ്ങനെ ഒരു ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇത്താക്ക് കിട്ടിയപ്പോൾ ഒരു ഡോക്ടറൊക്കെ ആവാനൊരു ആഗ്രഹമുണ്ട്. ഞാനും ഇത്താച്ചി പഠിച്ച അതേ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. അപ്പോൾ ഇത്താച്ചിക്ക് ഇങ്ങനെയൊക്കെ ആവാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്കും എൻ്റെ ആഗ്രഹങ്ങളൊക്കെ എത്താൻ പറ്റുന്ന ഒരു വിശ്വാസം വന്നിട്ടുണ്ട്.